ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആതിര. ആൻഡ് കുറേ നാളായി ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കണം എന്നൊക്കെ ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമാണ്. സോ ഇപ്പോഴാണ് അതിനൊരു റൈറ്റ് ടൈം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്കിൻ കെയർ ടിപ്സും ഫാമിലി വ്ളോഗ്സ്, ബ്യൂട്ടി വ്ളോഗ്സ്, അതുപോലെ പ്രൊഡക്റ്റ് റിവ്യൂ, പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും എന്നോട് പറയാം. സോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രൊഡക്റ്റിന്റെയും കൂടി റിവ്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു 2 month ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. അതൊരു കൊറിയൻ സൺസ്ക്രീമാണ്. അപ്പൊ ഞാൻ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. ഇതാണ് സൺസ്ക്രീൻ. വന്നിട്ട് വിസിബിൾ ആവുന്നുണ്ടാവില്ല അല്ലേ? ഞാൻ എന്തായാലും സൺസ്ക്രീനിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ, മസ്റ്റ് ആയിട്ട്. സോ ഇത് വന്നിട്ട് കൊറിയൻ ബ്രാൻഡിന്റെ ആണ്. സൺസ്ക്രീനിന്റെ നെയിം വന്നിട്ട് ബ്യൂട്ടി ഓഫ് ജോയ്സൺ എന്നാണ്. ഇതിൽ വന്നിട്ട് SPF 50 PA+++ ഉണ്ട്. സോ അടിപൊളി സൺസ്ക്രീമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ആക്ച്വലി ഒരു മോയ്സ്ചറൈസിങ് ഫോർമുലയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആയിപ്പോ നമ്മുടെ ഫേസിലേക്ക്. പിന്നെ എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സ്കിൻ ഒരു ഓയിലി ആക്നെ പ്രോ സ്കിന്നായിരുന്നു. ഞാനത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. അതായത് ഡെയിലി ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ സ്കിന്നിൽ ടാൻ നന്നായിട്ട് റെഡ്യൂസ് ആയി. എന്നിട്ട് നമ്മുടെ എന്താ പറയാ, നാച്ചുറൽ ആയിട്ട് നമുക്കുള്ള ആ ഒരു സ്കിൻ ടെക്സ്ചറിലേക്ക് നമ്മുടെ സ്കിന്ന് പതിയെ മാറും. മനസ്സിലായോ? അതാണ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമുക്ക് അത് മാറ്റിയെടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്കും കുറച്ചും കൂടി മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൽ വന്നിട്ട് 30% റൈസ് എക്സ്ട്രാക്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നിയാസിനമൈഡ് കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഈ 2 ഇൻഗ്രീഡിയൻസ് വരുമ്പോഴത്തേക്കും, ഇപ്പൊ ബേസിക്കലി ഓയിലി സ്കിന്നിനാണെങ്കിൽ ഈ 2 ഇൻഗ്രീഡിയൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓയിൽ നന്നായിട്ട് കൺട്രോൾ ആകും. അതുപോലെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും, ഒരു ഫ്രഷ് ലുക്ക് ആയിരിക്കും വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രീൻ ടീ വരുന്നുണ്ട്, പിന്നെ ജിൻസൈൻ. ഐ ഹോപ്പ് ദാറ്റ് അത് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. അത് വന്നിട്ട് കൊറിയയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റിന്റെ വേരാണ് കേട്ടോ. അതിന്റെ പിക്ചർ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം, സ്പെല്ലിംഗും കൊടുക്കാം. ഐ ഹോപ്പ് ദാറ്റ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. സോ അതിന്റെ ജിൻസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിനെ കുറിച്ച് ഞാൻ വേറൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. സോ ആ ഇൻഗ്രീഡിയൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന്റെ എന്താ പറയാ ബാരിയർ റിപ്പയർ ആവും. അതിൽ വന്നിട്ട് ആന്റി ഓക്സിഡന്റ്സും പ്രോബയോട്ടിക്സ് ഒക്കെയാണല്ലോ കേട്ടോ. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകളും കാര്യങ്ങളൊക്കെ മാറി എന്താ പറയാ, സ്കിൻ ഒന്ന് ടൈറ്റൺ ആവും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ടോണറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് ആയിരിക്കും വരുന്നത് കേട്ടോ. സോ എന്തായാലും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് മനസ്സിലായില്ല. ഞാൻ ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് 3 finger റൂള് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് എത്രത്തോളം പ്രൊഡക്റ്റ് വേണം അത്ര മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് 3 finger റൂളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഇട്ടതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ? സോ ഇതാണ് സംഭവം. വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ബ്ലെൻഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. എനിക്ക് ഇതിന്റെ ഈ ഒരു ഗ്ലോയി എഫക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല, അങ്ങനെ ഗ്ലോയി ഡ്യൂയി ആയിട്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പം ഇതാണ് വന്നിട്ട് അതിന്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. വന്നിട്ട് രസമുണ്ട് കണ്ടോ? അപ്പം സംഭവം വന്നിട്ട് ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. പെട്ടെന്ന് അബ്സോർബ് ആകും. ക്വിക്ലി ആണ് നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആയി പോകുന്നത്. ഭയങ്കര ഒരു ക്രീമി, ഒരു ബട്ടറി, ഒരു അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര നമ്മുടെ സ്കിന്നൊന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് ഒരു അടിപൊളി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ ഇത്. കണ്ടോ?
പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ അടിപൊളിയാണ്. ഞാൻ പറയാം, വൈറ്റ് കാസ്റ്റ് തീരെയില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി ആണ്. അതുപോലെ ഇതിൽ ഇവര് ഹൈ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു കുഞ്ഞൊരു നെഗറ്റീവ് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഒത്തിരി വെയിലത്തൊക്കെ നടക്കണം, അതായത് ഭയങ്കര ഒരു ചൂടുള്ള ഒരു ടൈമില്ലേ, നല്ല ചൂടുള്ള, അതായത് പറഞ്ഞിട്ട് മാർച്ച് ടൈമിലൊക്കെ നമ്മളിപ്പോ രാവിലെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മള് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാന്ന് വിചാരിക്കും. അപ്പം ആ സമയത്ത് എന്താ പറയാ, കുറച്ചൊരു എന്താ പറയാ, നമ്മുടെ ഫേസ് കുറച്ചിങ്ങനെ ഓയിൽ ഇറങ്ങുന്ന പോലെ, അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഇതിന്റെ കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പൊ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തു. അതായത് ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ സ്കിന്നിലൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും. പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ബട്ടറി എഫക്ട്. നല്ല റേറ്റിന്റെ ഫൗണ്ടേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നല്ല ബ്രാൻഡിന്റെ നല്ല ഫൗണ്ടേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബട്ടറി എഫക്ട് നമ്മുടെ സ്കിന്നിലേക്ക് അതിങ്ങനെ അലിഞ്ഞു ചേരും. നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിന്റെ ഫൗണ്ടേഷൻ കൂടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറയും, ഒത്തിരി വെയിലുള്ള സമയത്ത് ചൂടത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓയിലി സ്കിന്നുകാരുടെ കാര്യമായിട്ട് ഞാൻ പറയണേ, ഡ്രൈ സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഓയിലി സ്കിന്നുകാർക്ക് ഒരു ഇച്ചിരി ഇറിറ്റേഷൻ തോന്നാൻ പോകുന്നത് ഒരു ഷൈനി, ഒരു ഡ്യൂയി ആയിട്ടിരിക്കും. അത് നമ്മളൊന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോളൂ. മനസ്സിലായോ? ഓവറോൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി സൺസ്ക്രീമാണ്. അപ്പൊ നല്ലൊരു സൂപ്പർ സൺസ്ക്രീൻ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ബ്യൂട്ടി ഓഫ് ജോയ്സിന്റെ ഈ സൺസ്ക്രീൻക്ക് വാങ്ങി ട്രൈ ചെയ്യാം. ഇനിയിപ്പം ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യം ഒരു കൺസേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ചെറുത് 300 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പം അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് എന്തായാലും കണ്ണടച്ച് വാങ്ങിക്കാം. പിന്നെ ഡ്യൂയി, ഗ്ലോയി അങ്ങനത്തെ ലുക്സ് ഇഷ്ടാവുന്ന ആൾക്കാർക്കും ഉറപ്പായിട്ടും വലുത് തന്നെ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞേ, ആ ഒരു കൺസേൺ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറുത് വാങ്ങിക്കാം. പക്ഷെ സീരിയസ്ലി ഗൈസ്, ഇത് മസ്റ്റ് ആവായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി സൺസ്ക്രീമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഞാനിപ്പം എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറയാം, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. സോ അപ്പം അത്രേ ഉള്ളൂ. എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇതിന്റെ അകത്ത് എന്തെങ്കിലും എന്താ പറയാ, നിങ്ങക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ആൻഡ് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ഇനിയിപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ, താങ്ക് യു.